സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനവിടെ റോഷൻ തോർ ലവ് ആൻഡ് ഇടിവിട്ട് എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാർവലിൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ. എൻ്റെ ആ ഒരു പടത്തിന് ശേഷം തോറിൻ്റെ യാതൊരു അഡ്രസ്സും MCUവിൽ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഈ ലവ് ആൻഡ് തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തെ പറ്റി പറയാനാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് ഓടണം എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ചുരുക്കം ചില പടങ്ങളിൽ ഒന്നാണ് ഈ ഒരു പടം. കിടിലനായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ, അതിനേക്കാളും കിടിലനായിട്ടുള്ള ഒരു സ്റ്റോറി പ്ലോട്ട് എല്ലാം ഉണ്ടായിരുന്നിട്ടും റാഗ്നറോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിൽ കുറച്ച് കോമഡിയും പരിപാടികളും വർക്കായി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ കോമഡി അങ്ങനെ അയിരി കളി കാണിച്ച് വെച്ച് വൻ കോമാളിത്തരമാക്കി തോറിനെ വരെ ഒരു കോമാളി മൂഡിൽ പ്രസന്റ് ചെയ്തൊരു പടമായിട്ടാണ് ലവ് ആൻഡ് തണ്ടർ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. വക്കാണ്ടയിലെ ബാറ്റിൽ അവഞ്ചേഴ്സ് പൊട്ടി കുത്തുവാള എടുക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ പൈറ്റ് ഫ്രോസ്റ്റും വെച്ചുകൊണ്ട് ആ താനോസിന്റെ ആർമിയുടെ ഇടയിലോട്ട് ബ്രിങ് മീ താനോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസ് സെക്കൻഡ് എൻട്രി നടത്തിയ മുതലിനെയാണ് ഈ ഒരു കോമാളി മൂഡിലോട്ട് ടൈക്കാ വൈറ്റിറ്റി ആക്കി വെച്ചത്. സോറി, ഞാൻ വിഷയത്തിൽ നിന്ന് കുറച്ചധികം തെന്നി മാറിയും തോന്നുന്നു, വിഷമം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും തോർ 5ന്റെ ചെറിയ അനക്കങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ക്രിസ് ഹെംസ്വർത്ത് തന്നെ എന്തായാലും തോർ 5 ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോമിക്സിലെ ഏതൊരു ഇവന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പടം വരാൻ പോകുന്നത് എന്നതിനെ പറ്റിയും ഇതിൻ്റെ ഒരു സ്റ്റോറി പ്ലോട്ടും പരിപാടികളൊക്കെ ഏതൊരു മൂഡിലായിരിക്കാം എന്നതിൻ്റെ ഒരു തിയറീസും പരിപാടികളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, തോറിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്താൽ തന്നെ ലവ് ആൻഡ് തണ്ടറിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗോർ ദ ഗോഡ് ബുച്ചറിൻ്റെ ആ ഒരു സ്റ്റോറി പ്ലോട്ട് ഉണ്ടല്ലോ, കോമിക്സിൽ തന്നെ തോറിൻ്റെ ഏറ്റവും കിടിലനായിട്ടുള്ള ഒരു സ്റ്റോറി പ്ലോട്ടാണിത്. അതിനെയാണ് അവരിങ്ങനെ അപരാധിച്ച് വെച്ചേക്കുന്നത്. സോ അതുക്ക് മേലെ ഒരു സ്റ്റോറി പ്ലോട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തോറിൻ്റെ കേസിൽ കുറച്ച് ടാസ്ക്കാണ്. ലവ് ആൻഡ് തണ്ടറിൻ്റെ ക്ലൈമാക്സിൽ നമ്മുടെ ഹെർക്കുലീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീക്വൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങ് സ്യൂസിൻ്റെ മടയിലോട്ട് ചെന്നിട്ട് സ്യൂസിൻ്റെ വെപ്പൺ എടുത്തുകൊണ്ട് തന്നെ സ്യൂസിനെ പൂളിയിട്ടാണ് നമ്മുടെ തോർ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത്. അതിനുശേഷം സ്യൂസിൻ്റെ മകനായിട്ടുള്ള ഹെർക്കുലീസ് വരുന്നതും സ്യൂസ് തൻ്റെ മകനോട് ഈ പരിപാടി ചെയ്തവനെ വെറുതെ വിടരുന്നതും അവനെ കണ്ടുപിടിച്ച് അങ്ങ് കൊന്നു കളഞ്ഞേക്കുന്നു പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ മോഡിലാണ് ആ ഒരു എൻ ക്രെഡിറ്റ് സീൻ വെച്ചിട്ടുണ്ടായിരുന്നത്. I'm coming for you, but once I get to you, I will kill you. I'm waiting. സോ അപ്പോൾ വരാൻ പോകുന്ന തോർ 5ന്റെ തുടക്കത്തിൽ എന്തായാലും ഒരു ബിഗ്ഗസ്റ്റ് ബാറ്റിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, തോർ വേഴ്സസ് ഹെർക്കുലീസ്. ഞാൻ തുടക്കത്തിലെന്ന് പറയാനായിട്ട് കാരണം ഈ ഒരു പടം മൊത്തം ഈ ഒരു ഫൈറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ തോർ വേഴ്സസ് ഹെർക്കുലീസിൻ്റെ ഒരു റൈവലറി ബേസ് ചെയ്തിട്ടായിരിക്കില്ല പോകുന്നത്. കാരണം ഈ ഹെർക്കുലീസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ ഒന്നുമല്ല. പുള്ളി ബേസിക്കലി ഒരു ആന്റി ഹീറോ ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു മുഴുനീള വില്ലൻ ക്യാരക്ടറായിട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും സാധ്യതയില്ല. അപ്പനായിട്ടുള്ള സ്യൂസിന്റെ കൂടെ നിൽക്കുന്ന മറ്റ് ഗോഡ്സിന്റെയും വാക്ക് കേട്ടിട്ട് തോറിനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ആണ് ഈ ഒരു ഫൈറ്റ് ഉണ്ടാവാനായിട്ട് സാധ്യത ഉള്ളത്. ആൻഡ് ഈ ഒരു ഫൈറ്റിന്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നടന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം തോറും ഇങ്ങേരും ഈ ഹെർക്കുലീസും കൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിലോട്ടൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ആൻഡ് അതിനുശേഷം തോറും ഹെർക്കുലീസും ചേർന്ന് നടത്തുന്ന ഒരു ജേണി പോലെയായിരിക്കും ഈ ഒരു സിനിമ പോകാനായിട്ട് ചാൻസ് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ്റെ കേസിൽ അവരുടെ ഒരു ജേണിയല്ലേ കാണിച്ചത്. സോ ഇവിടെ തോറും ഹെർക്കുലീസും കൂടി പല പല റിലംസിലൂടെയുള്ള ഒരു ജേണി ആയിരിക്കും ഈ പടത്തിൽ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി വിഷയത്തിലോട്ട് വരാം. ഇവരുടെ ഈ ജേണിയുടെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ എന്തൊരു ഗോളിന് വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത് എന്നുള്ളൊരു കേസിലാണ് ഈ പടത്തിന്റെ പ്ലോട്ട് ഇരിക്കുന്നത്. മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് 2 കോമിക് സ്റ്റോറീസ് ആണ് ഇതിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് മെയിൻ ചാൻസ് ഉള്ളത്. ഒന്നാമത്തെ സ്റ്റോറി പ്ലോട്ട് എന്ന് പറയുന്നത് വാർ ഓഫ് ദ റെലംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി പ്ലോട്ടും പിന്നെ ഫിയർ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക് സ്റ്റോറിയും ആണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്നാലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്റ്റോറി പ്ലോട്ടുകൾ നമ്മൾ എടുത്തു നോക്കിയാലും ഇതിൽ വലിയൊരു ഇവന്റ് ഒന്നും നടക്കുന്നില്ല, വലിയൊരു സംഭവവികാസങ്ങളൊന്നും ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 2 സ്റ്റോറി പ്ലോട്ടുകളും കൾമിനേറ്റ് ചെയ്ത് ഒരു ഒറ്റ പടമാക്കാനാണ്, അതായത് ഈ 2 കോമിക്സും കൂടി ഒരുമിപ്പിച്ചിട്ട് ഒരു പടമിറക്കാനാണ് അവർ നോക്കുന്നത്. വാർ ഓഫ് ദ റെലംസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പല റെലംസിനെ കോൺകർ ചെയ്യാൻ വേണ്ടിയിട്ട് മാലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്നതും തുടർന്നുണ്ടാവുന്ന ഒരു പരിപാടികളൊക്കെയാണ് അതിൽ മെയിനായിട്ട് കാണിക്കുന്നത്. ആൻഡ് തോറും അവഞ്ചേഴ്സും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ത്രെറ്റിനെ നേരിടുന്ന രീതിക്കാണ് ആ ഒരു സ്റ്റോറി പോകുന്നത്. എന്നാൽ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഓൾറെഡി ഈ സ്റ്റോറി തോർ ഡാർക്ക് വേൾഡിൽ നമ്മൾ കണ്ടതാണ്. സോ അതുകൊണ്ട് ആ ഒരു സ്റ്റോറി പ്ലോട്ട് തന്നെ വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അത്ര രസകരമായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ ഓഫ് ദ റെലംസിലെ ആ ഒരു സ്റ്റോറി സ്ട്രക്ചർ മാത്രം എടുത്തിട്ട് ഇതിലെ വില്ലൻ ക്യാരക്ടറിനെയും ആ വില്ലന്റെ മോട്ടീവിനെയും എല്ലാം വേറൊരു രീതിക്ക് പ്രസന്റ് ചെയ്യാനാണ് ഇപ്പോൾ അവർ നോക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് തോറിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വില്ലൻ ക്യാരക്ടറിനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടറിനെ തപ്പി അധികം ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. ഫിയർ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞൊരു കോമിക്സിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. കൽ ബോർസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടിലൻ വില്ലൻ ക്യാരക്ടർ ഉണ്ട്. പുള്ളി വേറെ ആരുമല്ല, നമ്മുടെ തോറിന്റെ മാമനാണ്, അതായത് ഓഡിന്റെ ബ്രദർ. നമ്മുടെ തോർ റാഗ്നറോക്കിൽ ഹേല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലത്തി ക്യാരക്ടറിനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഹേലയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് കോമിക്സിൽ ഈ കൽ ബോർസൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ഹേലയെ ആസ്ഗാർഡിലോട്ട് കോൺകർ ചെയ്യാൻ വേണ്ടി വിട്ടത് ഈ ഒരു കൽ ബോർസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട്, ആൻഡ് ഇപ്പോൾ ഓൾറെഡി ഹേല ഡെഡ് ആയല്ലോ. സോ അതിന്റെ ഒരു പ്രതികാരത്തിന് വേണ്ടി കൽ ബോർസൺ റിട്ടേൺ ചെയ്യുന്നു എന്നുള്ളൊരു രീതിക്കൊക്കെ സ്റ്റോറി കൊണ്ടുവന്ന ആ ഒരു കണക്ഷനും കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. പടത്തിന് നല്ലൊരു ഡെപ്ത് ഉണ്ടാവുകയും ചെയ്യും. ആൻഡ് ഈ ഒരു കോമിക്സ് അഡാപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളെ വർദ്ധിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 കോമിക്സ് എടുത്ത് നോക്കിയാലും ഇതിലെ എവൻസ് നമ്മുടെ എർത്തിനെയും നല്ലോണം ബാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾറെഡി ഇപ്പോൾ ആസ്ഗാർഡ് സ്ഥിതി ചെയ്യുന്നത് എർത്തിലാണല്ലോ. സോ ആ ഒരു കണക്ഷൻ വെച്ച് ഈ ഒരു കോമിക്സ് അഡാപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അവിടെ നിന്ന് അങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടറിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തോറിനേക്കാളും കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലനാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു വില്ലന്റെ പവർ ഇരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ട് മറ്റുള്ളവർ പേടിക്കുന്നതിൽ നിന്നാണ്
ഈ ഒരു വില്ലന് പവർ കിട്ടുന്നത്. ആൻഡ് കോമിക്സിൽ പുള്ളി തോറിനെ വരെ കിടുകിട വിറപ്പിച്ചിട്ടുണ്ട്. എന്തിന് തോറിന്റെ ഒരു കൈ വരെ വെട്ടിയെടുത്തിട്ടുണ്ട് പുള്ളി. ആൻഡ് അതിനുശേഷം ഈ ഒരു വില്ലനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോർ റെയിൻ കിങ് തോറായിട്ട് തന്നെ മാറുന്നത്. ആൻഡ് ഓൾറെഡി നമ്മളിപ്പോൾ മാർവലിലോട്ട് നോക്കി കഴിഞ്ഞാൽ തോറിന്റെ ക്യാരക്ടർ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് പുള്ളി എല്ലാ ഒരു റെസ്പോൺസിബിലിറ്റീസിൽ നിന്നൊക്കെ മാറി പുള്ളി ഒരു ചിൽ ഗൈ ആയിട്ട് മാറി നൈസായിട്ട് അങ്ങ് ഊരി ചുറ്റി നടക്കുവാണ്. എനിക്കാരെയും ഭരിക്കാനും നിൽക്കണ്ട, ആരുടെ കൂടെ യുദ്ധത്തിനും പോകണ്ട, ഞാൻ ഇങ്ങനെ കൂളായിട്ട് അങ്ങ് നടന്നോളാം എന്നുള്ളൊരു മൈൻഡിൽ ആകെ മൊത്തം ഒരു കൂൾ മൈൻഡിലാണ് തോർ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ പോയാൽ പോരാ, തോറിന് ആ ഒരു മൂഡിൽ നിന്ന് എന്തായാലും ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്തായാലും വേണം. സോ റെയിൻ കിങ് തോറായിട്ട് തോർ മാറണമെങ്കിൽ അതിനൊത്തൊരു എതിരാളി തന്നെ വേണം. അങ്ങനെ നോക്കുമ്പോൾ കാൾ ബോൾസൺ ഈസ് എ ഗുഡ് ഓപ്ഷൻ തന്നെ പറയേണ്ടി വരും. കാരണം പുള്ളി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ തോറിനെ ഫിസിക്കലി മാത്രമല്ല മാനസികമായിട്ട് തളർത്തുന്ന കുറേ സീക്വൻസുകളും ഉണ്ടാവുന്നുണ്ട്. സോ റെയിൻ കിങ് തോറായിട്ട് മാറാനുള്ള തോറിന്റെ ആ ഒരു പൊട്ടൻഷ്യലിനെ ചൂഷണം ചെയ്യാനായിട്ട് തൽക്കാലം ഇവ മതി. പിന്നെ അറിയാലോ, അയൺമാന്റെയും ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഒക്കെ ലെഗസി മാർവൽ ഇപ്പോൾ വേറെ ഓരോ പിൻഗാമികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ ഗുണാധികാരമൊന്നും ഞാൻ എന്തായാലും ഇപ്പം ഇവിടെ പറയുന്നില്ല. ആ ഒരു രീതിക്ക് എന്തായാലും നമ്മുടെ തോറിനെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പുള്ളിയുടെ ലെഗസി പുള്ളി തന്നെ നോക്കണം. കാരണം ദൈവമാണ്, ഇവിടെ പകരക്കാരില്ല. തോറിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ കുറച്ച് കടുപ്പമാണ്. അപ്പം മരിച്ചു, അമ്മ മരിച്ചു, അനിയൻ മരിച്ചു, സ്വന്തം ഗ്രഹമാണെങ്കിൽ മൊത്തത്തിൽ നശിച്ച്, അനിയത്തിയാണെങ്കിൽ വന്ന് കൊല്ലാൻ നോക്കുന്നു, ഒരു കണ്ണും കളയുന്നു. ആൻഡ് ഇപ്പോൾ തന്റെ മാമനും വന്നിട്ടൊരു കൈയും വെട്ടി കളയാൻ പോകുന്നു. എന്താ പറയാലേ, വല്ലാത്തൊരു ലൈഫ് തന്നെ. ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ പറയാൻ നിന്നാൽ സങ്കടമാവും. സോ അവിടെ നിന്ന് തന്നെ കാൾ ബോൾസനായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യാനായിട്ട് ഡാനിയൽ ക്രെയ്ഗിന്റെ ഒരു പേരൊക്കെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ഡാനിയൽ ക്രെയ്ഗ് തോറിന്റെ പ്രൊജക്റ്റുമായിട്ടൊന്ന് ഫിക്സ് ആയതായിട്ടൊക്കെ ഒരു ടോക്സ് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഈ ഒരു കോമിക്സിനെ ഒരു അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഡാനിയൽ ക്രെയ്ഗിന് പോലുള്ള ആക്ടറിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തായാലും ഒരു മെയിൻ റോൾ കൊടുക്കുമല്ലോ. സോ സ്വാഭാവികമായി കാൾ ബോൾസനായിട്ട് വരേണ്ടതാണെന്നുള്ള രീതിക്ക് ആ ഒരു തിയറിയാണ് ചുറ്റി നടക്കുന്നത്. വന്നാൽ കൊള്ളാം, നൈസ് ആയിരിക്കും പുള്ളി. ആൻഡ് ഡയറക്ടർ ജോർജ് മില്ലറിന് ഇപ്പോൾ തോർ 5 എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്നുള്ള രീതിക്ക് ഒരു ടോക്സ് ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആൻഡ് മാർവലും ജോർജ് മില്ലറും തമ്മിൽ ഒരു ഡീലൊക്കെ പോകുന്നു എന്നുള്ള രീതിക്കൊക്കെ ഒരു വർത്താനം കേൾക്കുന്നുണ്ട്. പുള്ളി വന്നാൽ നൈസ് ആയിരിക്കും കേട്ടോ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം മാഡ് മാക്സും ഫ്യൂരിയോസും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ആ ഒരു വാർ മോഡ് ഒരു പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ആൻഡ് ഈ ഒരു കോമിക്സ് ആണ് അഡാപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഒരുപാട് വാർ സീക്വൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഓൾറെഡി ക്രിസ് ഹെംസ്വർത്ത് വരെ പറഞ്ഞിട്ടുണ്ട് തോർ 5 എന്തായാലും ഫാൻസ് തോറിനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഫുൾ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും എടുക്കുക എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ജോർജ് മില്ലർ എന്തായാലും കിടിലിനായിട്ട് പുള്ളിയെ പ്രസന്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ടൈക്ക വൈറ്റിറ്റി ഞാൻ അടുത്തൊന്നും ഏരിയയിൽ അടുപ്പിക്കില്ലെന്നാണ് തോന്നുന്നത്. ആൻഡ് പടം മൾട്ടിവേഴ്സ് ആകെക്ക് മുമ്പ് വരുമോ അതോ ശേഷം വരുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. അതൊക്കെ നമുക്ക് പോകെ അറിയാവുന്ന ഏരിയയാണ്. അപ്പോൾ അതൊക്കെയാണ് തോർ 5 ആയിട്ട് ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചിട്ടുള്ള ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. സോ നിങ്ങൾ ഈ പ്രൊജക്റ്റിന് വേണ്ടി എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ കോമിക്സിനൊക്കെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തോറിന് അർഹതപ്പെട്ട ഒരു തിരിച്ചുവരവ് കിട്ടുമെന്നുള്ള കാര്യത്തിലുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും ഇൻഫിനിറ്റി സാഗയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെ തോറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ്, നിങ്ങളുടെ ഫേവറേറ്റ് തോർ മൊമെന്റ് ഏതാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.